നമസ്കാരം. പലർക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ. പക്ഷേ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരു അമ്മ ഫസ്റ്റ് വിസിറ്റിൽ വരുമ്പോൾ തന്നെ നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യും. മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം, പക്ഷേ അമ്മയ്ക്ക് വേറെ സിംറ്റംസോ അഥവാ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, അങ്ങനെ അനാവശ്യമായി നമ്മൾ ആൻറ്റിബയോട്ടിക് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ നിറയെ വെള്ളം കുടിച്ചാൽ പോരെ? അങ്ങനെ ചോദിക്കുന്ന അമ്മമാർക്കുള്ള ഉത്തരവുമായാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രഗ്നൻസിയിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നാച്ചുറലി ഫീമെയിൽ യുറേത്ര, അതായത് മൂത്രസഞ്ചിയിൽ നിന്നും താഴേക്ക് മൂത്രം പോകുന്ന ട്യൂബ്, അതാണ് യുറേത്ര എന്ന് പറയുന്നത്. അത് സ്ത്രീകളിൽ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്, നീളം കുറവാണ്. അത് കാരണം തന്നെ താഴ്ഭാഗത്തുണ്ടാകുന്ന, അതായത് താഴെ ഉണ്ടാകുന്ന പെട്ടെന്ന് ഇൻഫെക്ഷൻസ് മുകളിലേക്ക് കയറാൻ വേണ്ടി അത് കാരണമാകും. രണ്ട്, പ്രഗ്നൻസിയിൽ നമുക്ക് പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞൊരവസ്ഥയാണ്, അത് കാരണം ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്ന്, പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകൾ കാരണം ഈ ട്യൂബുകളെല്ലാം വികസിച്ചിരിക്കാനും കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിരിക്കാനും അത് കാരണം മൂത്രം പോകുന്ന സ്പീഡ് കുറയാനും ഒരു കാരണം ഉണ്ടാവും. അതിനെ നമ്മൾ യൂറിനറി സ്റ്റേസിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മൂത്രം തിരിച്ച് കിഡ്നിയിലേക്ക് അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ നിന്ന് തിരിച്ച് ട്യൂബുകളിലേക്ക് കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിന് നമ്മൾ വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്നാണ് പറയുക. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ താഴെ ഉണ്ടാകുന്ന വജൈനൽ ഇൻഫെക്ഷൻസ്, അത് കാരണവും മൂത്രസഞ്ചിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. പിന്നെ പറയുന്നത് ഷുഗറാണ്. പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയാൽ അങ്ങനെയുള്ളവർക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരാനും ചാൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ മൂത്രത്തിന് ഇൻഫെക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചികിത്സിക്കാം, ഇത് ചികിത്സിക്കണോ എന്നുള്ളത് നമുക്ക് നോക്കാം. 3 രീതിയിലാണ് പ്രഗ്നൻസി സമയത്ത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാറുള്ളത്. ആദ്യത്തേത് എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ, അതായത് ലക്ഷണങ്ങളൊന്നുമില്ലാതെ മൂത്രത്തിൽ ബാക്ടീരിയ കാണുക, അതിനെയാണ് നമ്മൾ എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ എന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ ആക്ച്വലി ഇത് ഡയഗ്നോസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, മൂത്രം കൾച്ചർ ചെയ്ത് വേണം ഇത് ഡയഗ്നോസ് ചെയ്യാൻ. WHO റെക്കമെൻഡേഷൻ പ്രകാരം ആക്ച്വലി യൂറിൻ കൾച്ചർ, മൂത്രം കൾച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എപ്പോ? ആദ്യത്തെ 3 മാസത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം, 3 മാസത്തിന് 7 മാസത്തിനും ഇടയ്ക്ക് ഒരു പ്രാവശ്യം, 7 മാസത്തിനും ലാസ്റ്റ് ഡെലിവറിക്ക് മുന്നേ ഇടയ്ക്ക് ഒരു പ്രാവശ്യം. കാരണം എന്തുകൊണ്ട്? മൂത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അമ്മയ്ക്കും ദോഷമാണ്, അത് കുഞ്ഞിനും ദോഷമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ വരുമ്പോൾ എന്തായാലും മൂത്രം ടെസ്റ്റ് ചെയ്യിപ്പിക്കും. മൂത്രത്തിൽ ഇപ്പൊ ബാക്ടീരിയ പ്ലസ് ഒരു 10 മുതൽ 12 വരെ പസൽസ് ഉണ്ട് എന്ന് വെച്ചോളൂ, പഴുപ്പുണ്ട് എന്ന് വെച്ചോളൂ. പക്ഷെ അമ്മയ്ക്ക് ലക്ഷണങ്ങളൊന്നുമില്ല. ചികിത്സിക്കണം. അതാണ് എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തുകൊണ്ട് ചികിത്സിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏകദേശം 25% ഈ താഴെ, അതായത് സിംറ്റംസ്, ലക്ഷണങ്ങൾ ഇല്ലാതെ വരുന്ന ഇൻഫെക്ഷനിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും ഏകദേശം 40% അത് കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വന്നാൽ അത് പെട്ടെന്ന് ശരീരത്തിലാകെ ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അമ്മയ്ക്ക് പ്രതിരോധശേഷി കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ 100% അത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കൊടുക്കാറാണ് പതിവ്. ഇനി എന്തുകൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യണം ചോദിച്ചു. ഒന്ന്, നേരത്തെ തന്നെ കിഡ്നിയിലോട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. 2, അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ ഡെലിവറി പെയിൻ വരാനും അത് കാരണം കുഞ്ഞ് നേരത്തെ ഡെലിവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം മൂത്രസഞ്ചിയുടെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ യൂട്രസ് ഇരിക്കുന്നത്. മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ യൂട്രസ് ഇറിറ്റേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്, അത് കാരണം നേരത്തെ പെയിൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പ്രീ ടേം ലേബറിനുള്ള സാധ്യത യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടുതലാണ് എന്നുള്ളതാണ്. അതിന് ലക്ഷണങ്ങൾ വേണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അക്യൂട്ട് സിസ്റ്റൈറ്റിസ്, അതായത് ഓൾറെഡി മൂത്രസഞ്ചിയിൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകും. അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പാസ് ചെയ്യണമെന്നൊരു ഫീലിംഗ് ഉണ്ടാകും. മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മൂത്രം ഒഴിക്കാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ടോയ്ലറ്റിൽ എത്തുന്നതിന് മുന്നേ മൂത്രം ഒഴിച്ചു പോകും എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാകും. ചിലർക്ക് മൂത്രത്തിൽ കളർ വ്യത്യാസവും, അതായത് രക്തത്തിന്റെ കളറും ഉണ്ടാവും. ഇത് അക്യൂട്ട് സിസ്റ്റൈറ്റിസ്. അങ്ങനെയുള്ളവർക്കും നമ്മൾ ഓറൽ ആന്റിബയോട്ടിക്സ് കൊടുക്കുക. ആദ്യം മൂത്രം കൾച്ചർ ചെയ്ത് അതിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക്സ് കൊടുത്ത് വേണം ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ ഇതാണെങ്കിലും
ഇതിലും ഒരു 25% വരെയും നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്ലാഡറിലെ ഇൻഫെക്ഷൻ, മൂത്രസഞ്ചിയിലെ ഇൻഫെക്ഷൻ ചികിത്സിച്ചില്ല എങ്കിൽ അത് കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. 15 മുതൽ 50% വരെ കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇൻഫെക്ഷൻ, അതായത് അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞു, അതായത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞു. അതിനെയാണ് അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് കിഡ്നിയെ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് പനി ഉണ്ടാകും, ഭയങ്കരമായ ലോയിൻ പെയിൻ, അതായത് ലോയിൻ എന്ന് പറയുന്നത് നമ്മുടെ നടുവേദന എന്നൊക്കെയാണ് സാധാരണ സ്ത്രീകൾ വന്ന് നമ്മുടെ അടുത്ത് പറയാറ്. നടുവേദന ഉണ്ടാകും, പനി ഉണ്ടാകും, വയറുവേദന, അടിവയറ് വേദന ഉണ്ടാകും. അതുപോലെ തന്നെ ബാക്കി പനി ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകുന്ന കുളിരും വിറയിലും അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചു എന്നാണ് അർത്ഥം. അതിന് നമ്മൾ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇൻഫെക്ഷൻ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ബോഡിയിൽ ഫുള്ളായിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു റീസൺ ആയി മാറും എന്നുള്ളതാണ്. അപ്പോൾ അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസ് 100% നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് നമുക്ക് ഇഞ്ചക്ഷൻ, IV ആന്റിബയോട്ടിക്സ് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. മൂത്രം കൾച്ചർ ചെയ്ത് ഡയഗ്നോസ് ചെയ്യണം. എങ്ങനെ ആന്റിബയോട്ടിക്സ് വെച്ച് കൃത്യമായി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, അതായത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് അമ്മയ്ക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഉണ്ട്, കുഞ്ഞിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അമ്മയ്ക്കാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒന്ന് കിഡ്നിയിലേക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും അത് കാരണം കിഡ്നി ഫംഗ്ഷൻ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. 2 എന്ന് പറയുന്നത് കിഡ്നിക്ക് ചുറ്റും ആബ്സസ് അഥവാ പഴുപ്പ് കെട്ടിക്കിടക്കാൻ, അതിനെ പൈലോനെഫ്രിക് ആബ്സസ് എന്നാണ് പറയുന്നത്, അതുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 3 രക്തത്തിൽ ആകെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതായത് സെപ്സിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ലങ് ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. അതിന് നമ്മൾ ARDS എന്ന് പറയും. ലങ് ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്ത് സിവിയർ ആയിട്ട് വെന്റിലേറ്ററിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അമ്മ പോയി എന്ന് വരാം. DIC വരാം, അതായത് എവിടെ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാകാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായത് കാരണം ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ടെൻഡൻസി, അതിനെയാണ് DIC അഥവാ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കോയാഗുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെയൊക്കെ അവസ്ഥയിലോട്ട് അതായത് സീരിയസ് ആയിട്ട് ICU അഡ്മിഷൻ വിത്ത് വെന്റിലേറ്റർ വേണ്ട സ്ഥിതിയിലേക്ക് അമ്മ ഈ ചെറിയൊരു മൂത്രത്തിൽ ഇൻഫെക്ഷനിൽ നിന്നും പോകാം എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി മൂത്രത്തിൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. പിന്നെ കുഞ്ഞിന്റെ കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അമ്മയ്ക്ക് നേരത്തെ പെയിൻ വരുന്ന കാരണം കുഞ്ഞ് നേരത്തെ ഡെലിവറി ആവാം, നേരത്തെ അമ്മയുടെ വെള്ളം പൊട്ടിപ്പോവാം, അത് കാരണം പ്രിമച്വർ ബേബി, ലോ ബർത്ത് വെയിറ്റ് ബേബി, അത് കാരണം ബേബീസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ ബേബിക്ക് സെപ്സിസ് വരാം. അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനോ വജൈനൽ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ഡെലിവറി ആവുന്ന ബേബിക്കും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. ഇത്രയും കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നാലുണ്ടാകാം. എല്ലാവരും ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് കാണുന്നത്. പലരും നമ്മൾ ടാബ്ലറ്റ് കൊടുത്താലും അവർ കഴിക്കാറില്ല. വെള്ളം കുടിച്ചാൽ മാറും എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് പലരും ഇരിക്കുന്നത്. വെള്ളം കുടിക്കുമ്പോൾ മൂത്രത്തിൽ വേദന മാറുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും രാവിലെ ആകുമ്പോൾ കോൺസെൻട്രേറ്റഡ് യൂറിൻ വരുമ്പോൾ മൂത്രത്തിൽ ഒഴിക്കുമ്പോൾ വേദന വരും എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. ഏകദേശം 1 മാസം 1.5 മാസത്തോളം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നിട്ടും അത് കാണിക്കാതെയോ അല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുക്കാതെയോ ഇരുന്നിട്ടും പേഷ്യൻസ് വരാറുണ്ട്. പക്ഷെ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇതിനുണ്ടാകും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകും എന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇനി ഇത് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ശരിക്കും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും യൂറിൻ കൾച്ചർ ചെയ്ത് നമ്മൾ നോക്കണം എന്നാണ്. ആക്ച്വലി അതിന് ഇൻഫെക്ഷൻ വീണ്ടും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വീണ്ടും റീഇൻഫെക്ഷൻ അമ്മയ്ക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ത്രൂ ഔട്ട് ആ അമ്മയ്ക്ക് ആന്റിബയോട്ടിക് കോഴ്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് WHO റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് ആന്റിബയോട്ടിക് എടുക്കുക. ഇനിയെങ്കിലും ചോദിക്കരുത് എനിക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ല, പിന്നെ ഞാൻ എന്തിനാ എൻ്റെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കരുത്. ചോദിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നന്ദി.